ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ കാത്തിരുന്ന് അത്തം എത്തിയില്ലേ. ഇന്നാണ് അത്തം. അപ്പോൾ ഇന്ന് തൊട്ട് ഇനി 10 ദിവസം പൂക്കളൊക്കെ ഇട്ട് മാവേലിനെ വരവേൽക്കാനും അതുപോലെ ഓണത്തിനായുള്ള കാത്തിരിപ്പുകളാണ്. ഇനി ഓണത്തിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലൊക്കെ ആയിരിക്കും എല്ലാവർക്കും തിരക്കൊക്കെ ആയിരിക്കും. ഇനിയിപ്പോൾ ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും അല്ലേ. ഓണക്കോടി എടുക്കാനും അതുപോലെ മറ്റ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള ഓട്ടമൊക്കെ ആയിരിക്കും. എല്ലാവർക്കും തിരക്കൊക്കെ ആയിരിക്കും. ഓണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഓണത്തിനെ പറ്റി അത്തം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അതിനെപ്പറ്റി പല പല ഓർമ്മകളുണ്ടാവും അല്ലേ. ഈ ഓണം, വിഷു, ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള സമയങ്ങളാണല്ലേ, ദിവസങ്ങളാണല്ലേ ഇതൊക്കെ. ഈ ഓണം എന്നൊക്കെ പറയുമ്പോൾ, ഓണം, വിഷു അങ്ങനെയൊക്കെ പറയുമ്പോൾ കൊല്ലത്തിലൊരിക്കലൊക്കെ നമുക്ക് കിട്ടണ ഒരു നിമിഷമാണത്. ഈ അത്തത്തിൻ്റെ അന്ന്. അത്തം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും, ആർക്കും അത്തം, ഓണം, വിഷു എന്നൊന്നും പറയുമ്പോൾ ഓർമ്മകൾ ഉണ്ടാവാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. പലർക്കും പലതരത്തിലുള്ള ഓർമ്മകളുണ്ടാവും. പറയാനായിട്ട്, ഓർക്കാനായിട്ട് ഒരുപാടുണ്ടാവും. അത്തത്തിൻ്റെ തലേ ദിവസം വീടൊക്കെ അടിച്ച് തുടച്ച് മുറ്റമൊക്കെ വൃത്തിയാക്കാനുള്ള മുറ്റമൊക്കെ വൃത്തിയാക്കി അവിടെ ചാണകമൊക്കെ മെഴുകി പൂത്തറ കെട്ടണതും അതുപോലെ കൂട്ടുകാരുടെയൊക്കെ കൂടെ പോയി തലേ ദിവസം തന്നെ എല്ലാവരും കൂടി പൂക്കൾ പറിച്ച് വെക്കണതും, പിറ്റേ ദിവസം അത്തത്തിന് പൂക്കളിടാൻ വേണ്ടിയിട്ട് പൂക്കളം പറിച്ച് തലേ ദിവസം തന്നെ പൂക്കളം പറിക്കാൻ പോണതും, അത് ഒരുക്കി വെക്കണതും, പൂക്കളൊക്കെ ഒരുക്കി വയ്ക്കണതും, അരിഞ്ഞും ഒക്കെ അങ്ങനെ വയ്ക്കണതൊക്കെ ആയിട്ട് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും അല്ലേ അത്തം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും. അതുപോലെ ഞാൻ ഇന്ന് രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പൂക്കൾ പറിക്കാനായിട്ട് ഇറങ്ങിയിട്ടാ. തലേ ദിവസം പറിച്ചൊന്നും വെച്ചില്ല, അന്നത്തെ ദിവസമാണ് പറിക്കാനായിട്ട് പോയത്. അപ്പോൾ പൂക്കളൊക്കെ പറിച്ചു. പൂക്കൾ അങ്ങനെ വാങ്ങലൊന്നുമില്ല കേട്ടോ. ഓണത്തിൻ്റെ അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിൽ നിന്നും അതുപോലെ വഴിയിൽ നിന്നൊക്കെ പറിക്കണ പൂക്കൾ വെച്ചിട്ട് പൂക്കളം ഇടുന്നതാണ് അതിൻ്റെ ഒരു ഭംഗിയിലെ കാണാനായിട്ട്. ഞാനും അതുപോലെ തന്നെ പൂക്കളം ഒന്നും അങ്ങനെ കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഇടാറില്ല കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഇടും, അവസാനത്തെ ദിവസമൊക്കെയാണ് കടയിൽ നിന്ന് വാങ്ങിയിട്ടൊക്കെ ഇടുള്ളൂ. ആദ്യത്തെ 8 ദിവസം 9 ദിവസമൊന്നും അങ്ങനെ കടയിൽ നിന്ന് വാങ്ങിയിട്ടൊന്നും ഇടില്ല കേട്ടോ. പറമ്പിൽ നിന്നൊക്കെ പൊട്ടിച്ചിട്ട് അങ്ങനെയാണ് പൂക്കളം ഇടാം. അതൊക്കെ ഒരു രസമാണല്ലേ. ഓണത്തിൻ്റെ തലേ ദിവസവും അതുപോലെ ഓണത്തിൻ്റെ അന്നൊക്കെ രാവിലെ തന്നെ എനിക്ക് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പൂക്കളൊക്കെ പറിക്കാനായിട്ട് പൂക്കൾ അന്വേഷിച്ച് ഇറങ്ങണതും അതുപോലെ പൂക്കളം ഇടുന്നതും ഒക്കെ അതൊക്കെ ഒരു രസമാണ്. അപ്പോൾ അങ്ങനെ ഇരുന്ന് കാലൊക്കെ വേദന എടുത്തു കേട്ടോ. അപ്പോൾ കാല് വേദന എടുത്തപ്പോൾ ഇങ്ങനെ ഇരുന്നതാണ് കേട്ടോ. ഇവിടെ അങ്ങനെ കടയിൽ നിന്നൊന്നും വാങ്ങിയിട്ടൊന്നും പൂക്കളം ഇടാറില്ല കേട്ടോ. അവസാനത്തെ ദിവസമൊക്കെ ഞാൻ പറഞ്ഞ പോലെ അവസാനത്തെ ദിവസമൊക്കെ കടയിൽ നിന്ന് വാങ്ങിയിട്ട് പൂക്കളം ഇടാറുണ്ട്. വാങ്ങാൻ പറ്റണ ദിവസങ്ങളിൽ കേട്ടോ. ചിലപ്പോൾ കിട്ടാറൊന്നുമില്ല, കാരണം ഓണമല്ലേ. പിന്നെ ഇവിടെ അടുത്തുള്ള കടകളിലൊന്നും നമുക്ക് പൂക്കളം കിട്ടാനില്ല കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഇവിടെ അടുത്തുള്ള കടകളിലൊന്നും നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ തന്നെ, പൂക്കൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ തന്നെ ചന്തയിലേക്ക് പോകണം. ചന്ത വരെ നമ്മൾ പോകണം. അവിടം വരെ പോയാലാണ് നമുക്ക് പൂക്കൾ കിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം ചിലപ്പോൾ മിക്ക ഓണത്തിനും നമ്മൾ ലാസ്റ്റത്തെ ദിവസം പൂക്കൾ വാങ്ങാറുണ്ട് കേട്ടോ. പൂക്കൾ വാങ്ങാറുണ്ട്, കാരണം വലിയ പൂക്കൾ ഇടണമല്ലോ ലാസ്റ്റത്തെ ദിവസം. അതുകൊണ്ട് അതുവരെ നമ്മുടെ പറമ്പിൽ നിന്നും വഴിയിലൊക്കെ ഇങ്ങനെ ഓണാകുമ്പോഴേക്കും ഇങ്ങനെ ഓണത്തിൻ്റെ ആ സമയമാകുമ്പോഴേക്കും പൂക്കൾ ഇടുന്ന സമയമാകുമ്പോഴേക്കും വഴിയിലൊക്കെ ഇങ്ങനെ നീല കളറിലൊക്കെയുള്ള അങ്ങനെ പല പല കളറിലുള്ള പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞു തുടങ്ങും കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊക്കെ പൂക്കൾ നിറയെ കിട്ടാറുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ പൂക്കളൊക്കെ പറിച്ച് അങ്ങനെ പൂക്കളം ഇടാറാണ് എല്ലാ പ്രാവശ്യം ഓണത്തിന് പതിവ്. അങ്ങനെ ഇരുന്നിരുന്ന് വയ്യാണ്ടായിട്ടാ, കാരണം കുറേ നേരം ഇരിക്കണം. അപ്പോൾ ഇരുന്ന് വയ്യാണ്ട് കാലിൻ്റെ മുട്ടൊക്കെ വേദന എടുത്ത് തുടങ്ങിയിട്ടാ. അപ്പോൾ അതാണ് അങ്ങനെയൊക്കെ ഇരിക്കണത്. പിന്നെ കൊളായില്ലേ എന്നൊക്കെ നോക്കണതാണ് കേട്ടോ. ഒരു കൺഫ്യൂഷൻ വന്നു, കൊളായോ എന്നൊക്കെ. പിന്നെ എങ്ങനെ ഇടണം, ഡിസൈൻ എങ്ങനെ ഇടണം എന്നൊക്കെ, പൂക്കളത്തിൻ്റെ ഡിസൈൻ എങ്ങനെ വേണം എന്നൊക്കെ ആലോചിക്കുകയാണ് ഞാൻ അവിടെ ഇരുന്നിട്ട്. നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യലൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഇടണം, ഇന്ന പോലെ ഈ ഡിസൈൻ വരയ്ക്കണം,
അങ്ങനെ പ്ലാൻ ചെയ്യലൊന്നുമില്ല, വരയ്ക്കലൊന്നുമില്ല കേട്ടോ. ആ സമയത്ത് എങ്ങനെയാണോ ഇടാൻ തോന്നണത് അതുപോലെ അങ്ങട് ഇടും. അല്ലാണ്ട് നേരത്തെ കൂട്ടി ഇതുപോലെ ഈ ഡിസൈനിൽ പൂക്കളം ഇടണം എന്ന് പ്ലാൻ ചെയ്യേ ചോക്കുകൊണ്ട് ഡിസൈനൊക്കെ വരയ്ക്കേ, ഡിസൈനല്ല പൂക്കളിടാനുള്ള കളം അത് വരയ്ക്കേ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയൊന്നും ചെയ്യില്ല. ആ സമയത്ത് എങ്ങനെയാണോ തോന്നണത്, ഏത് ഡിസൈനാണോ മനസ്സിൽ, എങ്ങനെ ഇടാനാണോ മനസ്സിൽ തോന്നണത് വരുന്നത് അതുപോലെ അങ്ങോട്ട് ഇടും. അത്രേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവില്ല ചാണകം മെഴുകിയിട്ടല്ലേ പൂക്കളം ഇടാന്ന്. ഇവിടെ കട്ട വിരിച്ചേക്കണ കാരണമായിട്ടാണ് ഞാൻ ചാണകമൊന്നും മെഴുകാത്തത്. ശരിക്കും അങ്ങനെയാണ് പൂക്കളം ഇടേണ്ടത്. ചാണകമൊക്കെ മെഴുകി പൂത്തറയൊക്കെ കെട്ടി അതുമ്പോഴാണ് ശരിക്കും നമ്മൾ പൂക്കളം ഇടുക. പക്ഷെ ഞാൻ ഇങ്ങനെ കട്ട വിരിച്ച കാരണമായിട്ട് അങ്ങനെയൊന്നും ചെയ്യാത്ത. ഞാൻ ഈ പൂക്കളം ഇടുന്നത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മുഴുവനായിട്ട് നിങ്ങളെ കാണിക്കുമെന്ന് വിചാരിച്ചിട്ട് മുഴുവനായിട്ടും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവസാനം അതിൻ്റെ ഉള്ളിൽ ചെമ്പരത്തിപ്പൂവൊക്കെ അരിഞ്ഞിട്ട് ഇടുന്നുണ്ടായിരുന്നു. അത് ഞാൻ പെട്ടെന്ന് വിചാരിച്ചേ, പക്ഷെ സ്പേസ് ഇല്ലാത്ത കാരണം, ഫോണിൽ സ്പേസ് ഇല്ലാത്ത കാരണം അത് പെട്ടില്ല കേട്ടോ. ഇതാണ് അവസാനം ഫൈനലി നമ്മുടെ പൂക്കളം റെഡി. ഇത്ര നേരം നമ്മൾ ഇട്ട പൂക്കളം ഇതായിരുന്നു കേട്ടോ. കൊളായ ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുന്നത് നോക്കണ്ട കേട്ടോ. ഇതിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അരമണിക്കൂറായില്ല, അപ്പോഴേക്കും നല്ലൊരു കാറ്റ് വന്നു. ആ കാറ്റ് ചുറ്റും വച്ചേക്കണ ആ ചെമ്പരത്തി പൂവില്ലേ, ആ പൂക്കളെ അങ്ങോട്ട് പറത്തി കൊണ്ടുപോയിട്ടോ. വലിയ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ നേരിട്ട് കാണുന്നത്ര ഭംഗിയൊന്നും തോന്നുന്നില്ല. വലിച്ചു വാരിയിട്ടേക്കണ പോലെ തോന്നുന്നുണ്ട്. ആദ്യത്തെ ദിവസമല്ലേ, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി തൊട്ട് സൂപ്പറാക്കാം. അപ്പോൾ അങ്ങനെ അത്തപ്പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ മിക്സി കേടായിരുന്നു കേട്ടോ. അപ്പോൾ മിക്സി ഇപ്പം നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നന്നാക്കി കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഉഴുന്നും വാങ്ങിക്കൊണ്ടുവന്നു കേട്ടോ. നമ്മൾ അരിയും ഉഴുന്നും കൂടി വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം ദോശയല്ല ഇഡലി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ അരി വെള്ളത്തിലിട്ടു കേട്ടോ. നമ്മുടെ പണ്ടത്തെ നാഴിയില്ലേ, പണ്ടത്തെ അരിയൊക്കെ അളന്നിടുന്ന നാഴി, ആ നാഴിങ്ങ് 2 നാഴി അരി 1 നാഴി ഉഴുന്നുമാണ് ഞാൻ ഇട്ടത് കേട്ടോ. അപ്പം അങ്ങനെ ആ നാഴിങ്ങ് അരിയും ഉഴുന്നൊക്കെ ഇട്ട് അത് കുതിരാനായിട്ട് വെള്ളമൊഴിച്ച് അവിടെ മാറ്റി മൂടി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ആ കൊക്കൊന്ന് അടിച്ചു വാരി ഇട്ടു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്ഥിരം പരിപാടിക്ക് വേണ്ടി പാട്ടയുടെ മുകളിൽ നിന്ന് താഴേക്ക് ജാതിക്കായ തട്ടിയിടലിന് വേണ്ടിയിട്ട് അമ്മ ടെറസിൻ്റെ മുകളിലേക്ക് പോയപ്പോൾ ഞാനും കൂടി പോയി. അപ്പിൻ്റെ ആ ഒരു പൂച്ച ഇങ്ങനെ തന്നെ നോക്കി നിൽക്കണം കേട്ടോ. അപ്പോൾ ഇത് പാഷൻ ഫ്രൂട്ട് പഴുത്തിട്ടൊന്നുമില്ല, അതുപോലെ തന്നെ നിൽക്കാട്ട. ഇനി എന്നാണ് ഇത് പഴുക്കാന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇത് നമ്മുടെ പയർ ഇത്ര ആയിട്ടാ. ഞാൻ എന്നങ്ങാണ്ട് കാണിച്ചു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പയറിൻ്റെ. അത് ഇത്രയല്ല, ഒരു തൈ മുളച്ച് വരുന്നതായിരുന്നു കാണിച്ചായിരുന്നത്. ഇപ്പം അത് മുളച്ച് വന്ന് പടർന്ന് കയറി ഇത്ര ആയിട്ടുണ്ട് കേട്ടോ. അതുമതി 2 പയറുണ്ടായിട്ടുണ്ട്. 2 എണ്ണം ഉണ്ടായിട്ടുള്ളൂ കേട്ടോ, കൂടുതലൊന്നും ഉണ്ടായിട്ടില്ല. 2 എണ്ണമെങ്കിൽ 2 എണ്ണം ഉണ്ടായല്ലോ, അങ്ങനെ സമാധാനിക്കാം. നാളികേരമായി വരുന്ന അമ്മ നാളെ ഇന്നാള് പൊട്ടിച്ചുള്ളൂ കേട്ടോ പച്ചമുളക്. ഇന്നാള് പൊട്ടിച്ചുള്ളൂ പച്ചമുളക്. അതെ അപ്പോഴേക്കും നിറയെ ഉണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ. പൊട്ടിച്ചപ്പോഴേക്കും വീണ്ടും നിറയെ ഉണ്ടായി. ഇനിയിപ്പോൾ ഇത് വീണ്ടും പൊട്ടിച്ച് വെക്കണം. അന്ന് പൊട്ടിച്ചത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അന്ന് പൊട്ടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് ഇപ്പോഴും ഇരിക്കുന്നുണ്ട് കുറച്ച്. അപ്പോഴേക്കും ഇതുമേ ഉണ്ടായി. ഇതേ പഴുത്ത് തുടങ്ങി ഉണ്ടായിട്ട്. ഇനിയിപ്പോൾ നാളെ എങ്ങാനും ഇതും പൊട്ടിക്കണം. ഫ്രിഡ്ജ് കേടായ കാരണം നമുക്ക് ചമ്മന്തി ഒന്നും ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് പൊട്ടിച്ച് കഴിഞ്ഞ് നമുക്ക് വല്ല ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാമല്ലോ. അതുപോലെ തന്നെ വല്ല കറി ഉണ്ടാക്കുമ്പോൾ അതിലും നമുക്ക് പച്ചമുളകൊക്കെ അരച്ച് ചേർത്ത് വെക്കാമല്ലോ. ഇത് അയിനിപ്ലാവിൻ്റെ തൈയാണ് കേട്ടോ. അയിനിച്ചക്ക കണ്ടിട്ടില്ലേ, കുഞ്ഞ് ചക്ക, തീരെ കുഞ്ഞത്. അതിൻ്റെ ചുള ചക്കക്കുരുവിൻ്റെ അത്ര വലിപ്പം, ചക്കക്കുരു അല്ല കപ്പലണ്ടിയുടെ അത്രയൊക്കെ വലിപ്പം ഉണ്ടാവുള്ളൂ. ചക്കക്കുരുവിൻ്റെ അത്ര എന്നൊക്കെ പറയാം. നമ്മുടെ വീട്ടിലത്തെയാണ് കേട്ടോ. വെട്ടിയിട്ട് വീണ്ടും മുളയ്ക്കണതാണ്.
കാണാത്തവർക്ക് വേണ്ടി അയിനിപ്ലാവിൻ്റെ തയ്യും മരമൊന്നും കാണാത്തവർക്ക് വേണ്ടി കാണിക്കണതാണ് കേട്ടോ. അറിയണവരുണ്ടാവും, എന്നാലും ഇത് കാണാത്തവരും ഉണ്ടാവുമല്ലോ ഇതെന്തിട്ടാ സംഭവം എന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാട്ടോ കാണിച്ചത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രാത്രിയായപ്പോൾ 2 തക്കാളി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തക്കാളി വാട്ടാന്ന് വിചാരിച്ചു. വാട്ടാനായിട്ട് ഉള്ളിയൊന്നുമില്ല. രാവിലെ കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കായും പയറും ഉപ്പേരിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും തക്കാളി വാട്ടി കഴിക്കാനായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉള്ളി നോക്കിയപ്പോൾ ഉള്ളിയില്ല. അപ്പോൾ ഉള്ളി ഇല്ലാത്ത കാരണം വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ അരിഞ്ഞു വച്ചേക്കണ തക്കാളി ഇട്ടു. തീ കത്തി പിടിക്കാനായിട്ട് അതിനിടയ്ക്ക് തീ കെട്ടുപോയി. അപ്പോൾ ഊതി കൊടുക്കണതാണ്. അപ്പോൾ തക്കാളി ഇട്ട് നന്നായിട്ട് വഴറ്റി ഒന്ന് ഉടച്ചു കൊടുത്തു കേട്ടോ. ഒന്നങ്ങനെ ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ തക്കാളി വേഗം വഴണ്ടി കിട്ടാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉടച്ചു കൊടുത്തു. അപ്പോൾ തക്കാളി വാടി വന്നപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ട് മൂപ്പിച്ചു കേട്ടോ. ഇതൊക്കെ ഇട്ട് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് ഉപ്പിട്ടു കേട്ടോ. ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഉപ്പിട്ടു. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് ഇളക്കി മൂപ്പിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളം വറ്റിച്ച് ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ എൻ്റെ അത്തത്തിൻ്റെ ദിവസം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.